എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മട്ടൺ പെപ്പർ റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മട്ടൺ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടൺ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മട്ടണ് അധികം വേവില്ലാത്തത് കൊണ്ട് കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് കിട്ടുന്ന മട്ടണിന്റെ വേവിനനുസരിച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വലിയ 6 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി ഇതിന്റെ മസാല തയ്യാറാക്കുമ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇപ്പം ഇതിന്റെ പകുതി നമുക്ക് ഈ മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയ തരിയായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടുന്ന മട്ടന്റെ വേവിനനുസരിച്ച് കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഓരോ കുക്കറിന്റെ അനുസരിച്ചും കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പം മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് വേണ്ടത് ഈ മട്ടൺ കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വേവുള്ള മട്ടൺ അല്ല, പക്ഷെ എനിക്ക് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേണം എന്റെ കുക്കറിൽ. അപ്പൊ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിന്റെ അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മട്ടണിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പൊ ആ വെള്ളത്തിൽ തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. ഇനിയിപ്പോ നിങ്ങൾക്ക് പേടി ഉണ്ടോന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ അതിന്റെ ആവശ്യമില്ല. മട്ടണിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ കുക്കായി കിട്ടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനി നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാ കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ മട്ടനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. അപ്പൊ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിൽ നന്നായിട്ട് ഇത് കുക്കായി കിട്ടിക്കോളും. അപ്പൊ അങ്ങനെ കുക്കായി കിട്ടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോ ചെറിയുള്ളി എടുക്കാൻ മടിയുള്ളവര് പകുതി ചെറിയുള്ളിയും പകുതി സവാളയും വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. പക്ഷെ ചെറിയുള്ളി ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ ഒരു 35 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകല്ലേ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ച് പച്ചമുളകിന്റെ അളവിന് വ്യത്യാസം വരുത്താം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങാക്കൊത്തിന്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. അപ്പൊ ഇതിനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പം അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അപ്പൊ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം. നമ്മൾ ആദ്യം മട്ടൺ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് വേണം പിന്നെ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി നമ്മൾ ആദ്യം മട്ടൺ വേവിക്കാൻ നേരം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇന്ന് വഴന്ന് വരണം. നന്നായിട്ടൊന്ന് വഴന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി,
1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകത്തിന്റെ പൊടി ക്യുമിൻ സീഡ് അതിന്റെ പൊടി 1/4 ടീസ്പൂൺ. അപ്പൊ പൊടികൾ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നല്ല ജീരകത്തിന്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മട്ടൺ റോസ്റ്റിന്. അപ്പൊ അത് സ്കിപ്പ് ചെയ്യരുത്, ചേർത്ത് കൊടുക്കണം. അപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, പൊടി കരിഞ്ഞു പോകും. പൊടികളുടെ ആ ഒരു പച്ചമണം ഒക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ചെറിയ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. കാരണം നമുക്ക് മട്ടണിലേക്ക് തക്കാളി അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലൊക്കെ ചേർക്കുന്നത് പോലെ നമ്മൾ തക്കാളി മട്ടണിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു തക്കാളി മതി. അധികം പുളിയില്ലാത്ത തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. അപ്പൊ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ആവിയിലിരുന്ന് തന്നെ അത് കുക്കായി കിട്ടിക്കോളും. അപ്പൊ ഇതിനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മതി. അപ്പൊ ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ മട്ടൺ ഈ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മട്ടണിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഗ്രേവി ഇനി നന്നായിട്ടൊന്ന് വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ആ ഗ്രേവി ഒക്കെ വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഈ ഒരു പരുവത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി കുറച്ചും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇനി എക്സ്ട്രാ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം മട്ടൺ വേവിക്കാൻ വെച്ച സമയത്ത് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി വഴട്ടാൻ നേരത്ത് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എണ്ണ മതി. ഇനി വേറെ എക്സ്ട്രാ ആയിട്ട് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇത് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇഷ്ടമില്ലാത്തവര് ചേർക്കണം എന്നില്ല. പക്ഷെ നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ കുരുമുളകിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടും നമ്മളുടെ മട്ടൺ റോസ്റ്റിന്. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബാക്കിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഞാനിത് കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ബ്രൗൺ കളറിൽ ഒന്ന് റോസ്റ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറിൽ വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ എപ്പോഴും ഈ ഒരു പരുവത്തിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു മട്ടൺ റോസ്റ്റിന്. ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെയും പറാട്ടയുടെയും എല്ലാം കൂട്ടത്തിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഉള്ളിയൊന്നും വഴട്ടാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ബീഫ് പെപ്പർ റോസ്റ്റിന്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മട്ടന്റെ വേറെ 3 റെസിപ്പീസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ആ റെസിപ്പീസും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ മട്ടൺ പെപ്പർ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വരട്ടിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.